ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബോട്ടി ഉലർത്തിയതാണ്. ഹോട്ടലുകളിൽ നിന്നും ഷാപ്പിൽ നിന്നും ഒക്കെ ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളവർക്കറിയാം, വളരെ ടേസ്റ്റി ആയിട്ടാണ് അവരത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല ടേസ്റ്റിയും സ്പൈസിയുമായിട്ടാണ് ഞാനിന്നത് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 1.5 കിലോ ബോട്ടിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുക്കറിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ഈ കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കുക്കർ അടച്ചു വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിന് കൂടുതൽ വേവുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാവും. അതിനുശേഷം ഒരു 6-7 വിസിൽ അടുപ്പിച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ബോട്ടി വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് സവോളയൊക്കെ വഴറ്റി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചൂടുകട്ടിയുള്ള ഒരു പാത്രം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഫ്രൈ ആയി കിട്ടിയെങ്കിൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലോട്ട് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുവാണ്. അതിനുശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ അരമുറി തേങ്ങ കൊത്തിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൊത്തിയത് ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് 2 സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ബോട്ടി തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചേർക്കുമ്പോഴാണ് അതിൻ്റേതായ ആ തനത് രുചി കിട്ടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും 3 മിനിറ്റോളം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ട് 8 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 3 ചെറിയ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, 1/2 സ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട, മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചൂടാക്കി എടുക്കാം. അപ്പം ഞാൻ മറ്റൊരു ചീനിച്ചട്ടിയിൽ പൊടികളൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പൊടികളാണെന്ന് പറയാം. 4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ചൂടാക്കിയെടുക്കുക. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. കൈ വെച്ചിട്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ചൂടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരുപാട് ചൂടാക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ മസാലയൊക്കെ വഴറ്റി ആ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ പൊടികൾ സവോളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചീനിച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, കൂടുതലായിട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ചേർത്ത് കൊടുക്കാം. 6 വിസിൽ അടുപ്പിച്ചിട്ടാണ് ഞാനിവിടെ ഈ ബോട്ടി വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ഇതിനോടൊപ്പമുള്ള ഈ വെന്ത വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കുന്നത് പോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇത് വെന്ത വെള്ളമൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ആദ്യമേ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പം കുഴഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചേറെ സമയം എടുക്കും ഇത് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. നമുക്ക് ഫ്ലെയിമൊന്നും അധികം കൂട്ടിയിടാതെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം എടുത്ത് വേണം ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഒരു 10-12 മിനിറ്റൊക്കെ കൂടുമ്പം ഇളക്കി കൊടുത്താലും മതി. ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്, ചാറൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്.
വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടി ഡാർക്ക് കളറൊക്കെ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ വീണ്ടും ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ നേരം എടുക്കും ഇത് റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയക്കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം അത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. ഇതിങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. 1.25 മണിക്കൂർ എടുത്തിട്ടാണ് എനിക്കിതിവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സമയക്കുറവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്ത് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഒരുമിച്ച് ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരുന്നത്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉപ്പും പാകത്തിനാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ എരിവിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. നല്ല എരിവോട് കൂടി വേണം ഈ ഒരു ബോട്ടി ഫ്രൈ റെഡിയാക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു തനത് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കിനി റെഡിയാക്കിയ ഈ ഒരു ബോട്ടി ഫ്രൈ മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. ഇടുക്കിക്കാരി ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി കാണാം. അതിൽ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം.